നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ഇപ്പോൾ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഫാനിന്റെ കാറ്റുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാനാകുന്നതല്ല ഗൾഫ് രാജ്യങ്ങളിലെ ചൂട്. അതുകൊണ്ട് AC തന്നെ ശരണം. അപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ കൊടും ചൂടിൽ അതുകൂടി പണിമുടക്കിയാലോ? പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അത്തരമൊരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഷാർജയിലെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം ഷാർജയിൽ വിവിധ ഇടങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. അൽ ഖാസ്മിയ, അബുഷഗാര, മജാസ്, മുവൈല, അൽ താവൂർ, അൽ നഹ്ദ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി തടസ്സമുണ്ടായത്. കടുത്ത ചൂടിൽ വൈദ്യുതി കൂടി നിലച്ചതോടെ ACകളും ലിഫ്റ്റുകളും എല്ലാം പ്രവർത്തനം നിലച്ചു. ഇവിടങ്ങളിലുള്ളവർക്ക് ഏറെ നേരം കടുത്ത ചൂട് സഹിക്കേണ്ടി വന്നു. ഏകദേശം 15 മിനിറ്റോളമാണ് വൈദ്യുതി വിതരണത്തിൽ തടസ്സം അനുഭവപ്പെട്ടത്. വിവിധ മേഖലകളിലെ താമസക്കാർ വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടതായി Xലൂടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഗ്യാസ് പ്ലാന്റിലുണ്ടായ സാങ്കേതിക തകരാറാണ് വൈദ്യുതി മുടങ്ങുന്നതിന് കാരണമായത്. സാങ്കേതിക തകരാർ സംഭവിച്ചതിനെ തുടർന്ന് വൈദ്യുത നിലയങ്ങളിലേക്ക് വാതകം ഒഴുകാത്തതിനെ തുടർന്നായിരുന്നു ഇത്. ഈ പ്ലാന്റിൽ നിന്നാണ് എമിറേറ്റിലെ വിവിധ പവർ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ വളരെ വേഗം തന്നെ പ്രശ്നം പരിഹരിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായും വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായും ഷാർജ മീഡിയ ഓഫീസ് അറിയിച്ചു. അടിയന്തരാവസ്ഥയെ തുടർന്നാണ് ഷാർജ ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് ഗ്യാസ് അതോറിറ്റി ഗ്യാസ് പൈപ്പ് ലൈനുകളുടെ വാൽവുകൾ അടച്ചതെന്ന് ബ്യൂറോ വിശദീകരിച്ചു. ഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന നടപടിക്രമങ്ങൾ സാങ്കേതിക തകരാറുകൾ സംഭവിക്കുമ്പോൾ നേരിട്ട് അടയ്ക്കാറാണ് പതിവ്. വലിയ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനും മുഴുവൻ ഗ്യാസ് കോംപ്ലക്സും പുനരാരംഭിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം UAE കടന്നുപോയത് ഏറ്റവും ചൂടേറിയ ദിവസത്തിലൂടെയാണ്. നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:45 അബുദാബിയിലെ ഔത്തൈദിലാണ്, അതായത് അൽദഫ്ര മേഖലയിലാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ജൂലൈ 15, 16 തീയതികളിൽ അബുദാബിയിലെ ബഡാ ദഫാസിൽ, അതായത് അൽദഫ്ര മേഖലയിൽ തന്നെ തുടർച്ചയായി 2 ദിവസങ്ങളിലും താപനില 50.1 ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു. ഈ മാസം ആദ്യം ഓഗസ്റ്റ് 2 അൽദഫ്ര മേഖലയിലെ താപനില 50.2 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു. പിന്നീട് ഓഗസ്റ്റ് 25 താപനില 50.3 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.